വീഡിയോ ആയിട്ട്. പഴം പുഴുങ്ങിയതും ചെറുപയർ മുളപ്പിച്ച് വേവിച്ച് നാളികേരം ചേർത്ത് കഴിക്കുന്നതും എന്തൊരു രുചിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻ, ഒരു ടോട്ടൽ ചേഞ്ച് ഇൻ ഫുഡ് ഹാബിറ്റ്സ്. ഈ ചൂടുകാലത്ത് ചെറുപയർ വളരെ യോജിച്ച, നമുക്ക് ഊർജം തരുന്ന ഒരു വിഭവമായിട്ടാണ് തോന്നുന്നത്. പല പൾസസും, അതായത് പയറുവർഗ്ഗങ്ങളിൽ പെടുന്ന പല സാധനങ്ങളും നമുക്ക് ദഹനശക്തിക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന, പക്ഷേ ചെറുപയറിന് വളരെ ഗുണപ്രദമായ അവസ്ഥയാണ്. അഗ്നിയെ വർദ്ധിപ്പിക്കാനും നമ്മളുടെ ദഹനശക്തിയെ ബെറ്ററാക്കാനും ഒക്കെ സ്കോപ്പുണ്ട്. എൻ്റെ ഇന്നത്തെ ആഹാരം ഇതാണ്. ഒരു ആയുർവേദ ഡോക്ടറായ ഞാൻ ഇന്നലെ വരെ വളരെ ക്ഷേമമായിട്ട് ആഹാരങ്ങൾ കഴിച്ചു. അപ്പോൾ എനിക്ക് ചെറിയ ക്ഷീണം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു നല്ല ഭക്ഷണം വ്യത്യസ്തമായിട്ട് കഴിക്കാമെന്ന്. എൻ്റെ യോഗം കൊണ്ട് വീട്ടിൽ എൻ്റെ ആഗ്രഹം ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും സാധിച്ചു. എങ്ങനെയാണ് ഇത് നടക്കണതെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി. ഇതിനൊരു ടെക്നിക്കുണ്ട്, അത് ടെലിപ്പതി പോലെയൊരു ടെക്നിക്കാണ്. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ നടക്കും, ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ നടക്കും. അപ്പോൾ അങ്ങനെയും ചില സൂത്രങ്ങളുണ്ട് ഇതിൽ. നമ്മൾ പലപ്പോഴും പറഞ്ഞാലേ നടക്കൂ, പറഞ്ഞാൽ നടക്കും എന്നൊക്കെ വിചാരിക്കുന്നത് അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നോക്ക്, എത്ര ഈസി ആയിട്ടാണ് ഞാൻ മനസ്സിലാഗ്രഹിച്ച ഒരു ലഘുവായിട്ടുള്ള ഒരു ആഹാര സംഗതി ശരിയായത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ആഹാരത്തിൽ ചിട്ടയായിട്ട് ഗ്രീഷ്മചര്യയുടെ ഭാഗമായിട്ട് സമ്മറിൽ നമ്മൾ കഴിക്കേണ്ട ആഹാരത്തിനൊരു സിംപ്ലിഫിക്കേഷൻ, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു നേരമെങ്കിലും അങ്ങനെ പോസിബിൾ ആണെങ്കിൽ ദാറ്റ് വിൽ മേക്ക് സെൻസ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമ്മളുടെ ലൈഫിനെ ബെറ്ററാക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിംപ്ലർ ഡയറ്റ് ഡിഷ് പ്രിപ്പറേഷൻസ് അവൈലബിൾ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഫക്റ്റീവായിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. ഞാനത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വിൽ മേക്ക് എ ന്യൂ വീഡിയോ. ഓക്കെ, താങ്ക് യു മൈ ഡിയേഴ്സ്.